ഗൈസ്, ഇതേപോലുള്ള ഭയങ്കരമായിട്ടുള്ള താരൻ്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സാധനം പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. കീറ്റോകോണസോൾ വിത്ത് കോൾട്ടാർ ലോഷൻ കോണാസിറ്റി, ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാനും അത്യാവശ്യം നല്ല താരൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരാളാണ്. തല ചൊറിഞ്ഞ് ഞാൻ ചോര വരുന്നവരെ അങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അമ്മാതിരി അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു താരം വന്നിട്ട്. ആൻഡ് ഇപ്പം നിലവിൽ ആ ഒരു കണ്ടീഷൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാലങ്ങളായി. അതിനുവേണ്ടി എന്നെ ത്രൂ ഔട്ട് സഹായിച്ച ഒരു സാധനമാണ് ഈ ഒരു കോണാസിറ്റി ലോഷൻ. ഈ കീറ്റോകോണസോൾ എന്ന് പറയുന്ന സാധനം ഒത്തിരി ബ്രാൻഡുകളുടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫാർമസി പോയി കഴിഞ്ഞാൽ ശരിക്കും കുറേ ബ്രാൻഡുകളുണ്ട്. അതിൽ കുറേ എണ്ണമൊക്കെ ഞാൻ ഉപയോഗിച്ചാണ്. എല്ലാം തന്നെ നമുക്ക് റിസൾട്ട് തരും. പക്ഷേ എങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടിയത് ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അത് കാരണം ഇതെൻ്റെ ഒരു റൂട്ടീനിൽ ഞാൻ ഫിക്സ് ആക്കി. ഇതിപ്പോൾ ഞാൻ ഈ കുടഞ്ഞിട്ട് കാട്ടിയത് കുറേ എണ്ണം ഉപയോഗിച്ചതും ഇനി ഉപയോഗിക്കാൻ വേണ്ടി പുതുതായിട്ട് മേടിച്ചത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചാൽ പുതുതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സോ അത്രയും റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ഇതിൽ തന്നെ പോകുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നോർമൽ ഷാമ്പൂസ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ തലയെ തേച്ച് കുളിക്കുക. അത് കറക്റ്റായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയുക. അതൊന്ന് ഓർത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ല ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ വീക്കിലി ഒരു 3 ദിവസം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതുപോലെ ഡാൻഡ്രഫ് പോകുന്നുണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ നല്ലതുപോലെ മാറിയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ വീക്കിലി 3 വട്ടം എന്നുള്ളത് 2 വട്ടത്തിലേക്ക് കുറയ്ക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു 2 വട്ടം ഉപയോഗിക്കാറുള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പോകത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര റെയർ ആയിട്ട് നിങ്ങൾക്ക് വന്ന കോസ് ഡിഫറൻറ്റ് ആണെങ്കിൽ മാത്രം റെയർ ആയിട്ട് കുറച്ച് പേർക്ക് മാത്രം എന്നേക്കുമായിട്ട് പോകാറുണ്ട്. അല്ലാത്തവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യൂർ ഇല്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യാം. നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ഹെയർ ഫാളൊക്കെ റെഡ്യൂസ് ചെയ്ത് തലയൊക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാം. സോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഇതേപോലെ എന്താണെങ്കിലും കണ്ടിന്യൂസ്ലി മേടിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഇതിന് 250-260 രൂപ എന്തോ ആണ് ഫാർമസിയിൽ. ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല. കാര്യം ഇതൊരു ഫാർമസി പ്രോഡക്റ്റ് ആണ്. എനിക്കിത് പ്രൊമോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാനില്ല. അല്ലെങ്കിൽ അവർ നമ്മളോട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല. ഞാനിത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് അവരിത് ഉപയോഗിക്കുന്നുണ്ട്. അവർക്കും നല്ല റിസൾട്ട് കിട്ടി. സോ അതുകൊണ്ട് നിങ്ങൾ കുറേ പേര് ഹെയർ കെയറിനെ പറ്റി വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല സജഷൻ തരാൻ വേണ്ടി മാത്രം പറഞ്ഞിരുന്നതാണ്. താല്പര്യമുള്ളവർ മേടിച്ചാൽ മതി. ഫാർമസിയിൽ നിന്ന് കിട്ടുള്ളൂ. ലിങ്കും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തോക്ക്. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് ഉപയോഗിക്കുമ്പോഴും വരുന്ന കാര്യമാണ് നമ്മുടെ മുടി നല്ലപോലെ ഫ്രിസി ആവും. സോ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുക. നോർമൽ ഷാമ്പൂ ഒരെണ്ണം മേടിച്ച് വെച്ച് അതും ആൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളും. ആ ഒരു വിഷയം ഉണ്ടാവില്ല. ഓക്കെ.